ഹായ്. Hey guys, welcome to Mafia film, Mafia मुश्किल. तुम कौन है? तुम कौन है? आपका नाशन है ഇത്. Guys. Hey guys, welcome to പറഞ്ഞു കൊടുക്കാൻ അങ്ങോട്ട് എല്ലാം പോയി. Welcome back to your YouTube channel, Teja Boys and Family. Guys, ഇത് നിങ്ങൾ ആരും പേടിക്കണ്ട, ഞാൻ യുദ്ധത്തിനൊന്നും പോണല്ല. ഇന്നത്തെ വ്ലോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലീനിങ് ആണ് ഗൈസ്. കണ്ട ഒരു തീവ്രവാദി ലുക്കുണ്ട്, ഔട്ട്ഫിറ്റ് ഉണ്ട് മൊത്തത്തിൽ. ഇതാണ് ഇന്ത്യൻ പട്ടാളക്കാരുടെ പാന്റ്, ഇങ്ങോട്ട് പാകിസ്ഥാന്, താഴെ ഇന്ത്യയാണ്. രണ്ടും കൂടെ ചേർന്നതാണ്. പിന്നെ വീഡിയോക്ക് പഞ്ചെടുക്കാൻ വേണ്ടി പിള്ളേരെ തോക്കൊക്കെ എടുത്തോണ്ട് വന്ന് ഇന്ന് ഫുള്ള് മാസാണ് ഗൈസ്. ഇത് കണ്ട ഈ റാക്ക് മൊത്തമാണ് ഇന്നത്തെ എന്റെ ഒരു രോദനമാണ്. രോദനമല്ല, ഇത് മൊത്തം ഇന്ന് ക്ലീൻ ചെയ്യിപ്പിക്കുകയാണ് ഗൈസ് എന്നെ കൊണ്ടൊന്നല്ല, എല്ലാവരും ഉണ്ട്. നമ്മളെല്ലാരും ക്ലീൻ ചെയ്യണം. അപ്പം ടെററിസ്റ്റ് ലുക്കിൽ നിൽക്കുന്ന ഞാനാണ്, കാരണം ഇത് എടുത്തു കൊടുക്കാനാണ്. കാരണം ഇത് കഴിയുമ്പോൾ ഞാൻ തുമ്മി ചാവും. അല്ലെങ്കിൽ നമുക്ക് പരിപാടി തുടങ്ങാം. വല്ല പാമ്പങ്ങാനും എടുത്ത് ചാടുമെന്ന് പോലും അറിയാൻ വയ്യ. എടുത്ത് കളഞ്ഞൂടെ? അപ്പൊ ഇത് നീണ്ട 3 വർഷങ്ങൾക്ക് ശേഷം 3 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് ഒതുക്കുന്നത്. അവിടെ കല്യാണം കഴിഞ്ഞിട്ട് 1.5 കൊല്ലം കൊണ്ടല്ലേ. ശരിയാണല്ലേ. ഇത് കല്ലുവിന്റെ വേലയാണ്. കണ്ട ക്രീം തീർന്നുകൊണ്ട് അതിനെ മുറിച്ചിട്ട് അതുപോലെ കളയുന്നില്ല. പിള്ളേർക്ക് പിച്ചാത്തി ടോർച്ചിൻ്റെത് അവിടെ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ സാധനത്തിന്റെ കവറൊക്കെ അവിടെ ഇതിന് വെയിറ്റ് ഉണ്ട്. ഇതിന്റെ ഫാൻ ഉണ്ടോ? അങ്ങനെ പറയല്ലേ. ഒരു എലിയടിയുടെ ഇഞ്ചക്ഷൻ എടുത്ത് എലി ഇതുപോലെ ഞാൻ ഒതുക്കിക്കൊണ്ടിരുന്നപ്പോ എടുത്ത് ചാടി. കടിച്ചില്ല, എന്റെ കാല് കയറി അള്ളി എന്നെ ചെറുതായിട്ടൊന്ന് പോറിപ്പോയി. അപ്പൊ ഞാൻ പോയി ഇഞ്ചക്ഷൻ എടുത്തു. 3 മാസം ഇഞ്ചക്ഷൻ എടുക്കുന്നത്. അല്ല കയ്യില് ഇനി ഉള്ളതെല്ലാം വെയിറ്റ് ഉള്ള സാധനങ്ങളാണ്. ഈ പാത്രം OnePlus 2 ദിവസത്തിന്റെ ഫോണിന്റെ കവറാണ്. ഈ ഫോൺ ഭയങ്കര നീളം. അത് വിളി കളയല്ലേ. എനിക്കൊന്നും കാണാൻ വയ്യ അങ്ങോട്ടുള്ളത്. എന്താ കഴിച്ച ഇവിടുത്തെ പൊടി? എന്റെ വീട്ടിലെ പൊടിയെ പറ്റി ഞാൻ പറയുന്നില്ല. ഇവിടെ കൂടുതലും റോഡ് സൈഡ് ആയതുകൊണ്ട് ഭയങ്കര വെട്ട, ഈ കണ്ണ് കാണാൻ പറ്റുന്നില്ല. റോഡ് സൈഡ് ആയതുകൊണ്ടാണ് ഇത്ര പൊടി. നിങ്ങളെ വീട്ടിലെ റാക്കൊക്കെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ വല്ല സംഭവിക്കുന്നതാണ്. വല്ല അടുത്ത് ചാടിയ ഇപ്പൊ ലൈവായിട്ട് നിന്ന് കാണാം. ഞാൻ കണ്ടില്ല. ഇത് മാത്രം പൊടിയടിക്കാതിരിക്കുന്നതാണ്. കാരണം അമ്മമാരെ കാരണം ഒളിപ്പിച്ച് വെച്ചേക്കുന്നതാണ്. ഇത് ദിവസമായില്ല, അതുകൊണ്ട് എനിക്ക് പേടി. അവിടെ പല്ലി പോലത്തെ സാധനങ്ങളൊപ്പം എടുത്ത് ചാടും ഉറപ്പാണ്. ഈ ഇരിക്കുന്ന കലമൊക്കെ എടുക്കാൻ ഒരു പേടിയുണ്ട്. അതുകൊണ്ട് ക്യാമറ എന്റെ തന്നിട്ട് കേറേണ്ടതാണ്. എനിക്ക് പേടിയാണ്. ആ ലൈറ്റ് നോക്കിയിട്ട് ഇങ്ങോട്ട് നോക്കുമ്പോ എനിക്കൊന്നും കാണാൻ വയ്യ. മൊത്തം അതേ തന്ത്രമുണ്ട്. ഇപ്പൊ മൗലിയാണ് ചാടി പോവാം. നിങ്ങൾക്ക് കാണാൻ പറ്റും, പക്ഷെ എനിക്ക് ഇത്രേ കാണാൻ പറ്റുള്ളൂ. പക്ഷെ ഇതിലെല്ലാം കാണാൻ പറ്റുന്ന ഒരാളുണ്ട്. ക്യാമറമാൻ്റെ കയറി എല്ലാം എടുക്കും.
പക്ഷെ അത് വിചാരിക്കുന്നില്ല. മാറിക്കോ മാറിക്കോ അവരെ മാറി. എനിക്കറിഞ്ഞൂടാ, ഇത് ആവശ്യമുള്ള സാധനങ്ങൾ എന്റെ മണ്ട ഇരിക്കണം മൊത്തം. ഇതിന്റെ അടിയിലൊക്കെ മണ്ണുണ്ട്. മണ്ണ് മറ്റേ ചെതമ്പലിന്റെ മണ്ണ്. ചെതമ്പലിന്റെ മണ്ണാ? അമ്പലല്ല, കഴിയത്തില്ല. നിന്റെ കല്ലിന്റെ കുടയോട് കളിക്കാൻ പൊട്ടിപ്പോയി കേട്ടാ. ഇതെങ്ങനെ പൊട്ടിയത്? അത് പൊട്ടിയിരിക്കുന്നു. Oh my god. This Kodan tells the story of some dances of Anaga and Anandu. Not me. You. കൊടം വെച്ച് ഞാൻ എന്തിനു വിളിച്ച്? What is inside this cover? കല്ലു കവർ വരെ കയറ്റി വെച്ചേക്കണുണ്ട്. അന്നത്തെ മറ്റേ പെട്ടിയുടെ ബാക്കിയാണ്. കഴിഞ്ഞ ഇവിടെ നല്ല ഉണ്ടാകും. അവിടെ കൊറേ കവറോ അങ്ങനെ എന്തൊക്കെയോ. ആ ചാക്ക് പതുക്കെ ചുരുട്ടി ഇങ്ങനെ എടുക്കുന്നേ. റിമോട്ട്, എന്ത്? ടിവിയിലെ റിമോട്ട്. അങ്ങനെ ഞാൻ കൈമാറി, കാരണം ഈ വെയിറ്റ് ഉള്ള സാധനം എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഇവിടെ മൊത്തം പൊടിയായിരുന്നു, ഇപ്പൊ ഒരുവിധം കുറഞ്ഞു. ഇതൊന്നും ഞാൻ കണ്ടില്ല. ഹായ് രേഷ്മ. രേഷ്മ ഹായ്. ഹായ് പറ. ഇത് എന്തരാണെന്ന് ചോദിച്ചാ മാറിക്കോ. പല്ലിയാ? ഇതെന്തരാണ് സംഭവം ശരിക്കും? ഇത് കുക്കർ. ഹായ് ഹായ്. ഇതൊക്കെ കണ്ടോ? ടൈറ്റാനിക്കിലെ കമ്മല്. ടൈറ്റാനിക്കിലെ കമ്മല? അതെങ്ങനെ? ടൈറ്റാനിക് സിനിമ റോസിന് ഇവിടുന്ന് കഴിഞ്ഞോ? പല്ലിയുണ്ട്, പല്ലി. പേന പോലും കളയില്ല. ഇത് എന്നെ പറയാം, ഇത് ഞാനും ഇങ്ങനെയാണ്. എൻ്റെ വീട്ടില് എൻ്റെ റൂമിൽ ശരിക്കും ഉണ്ട്. ഞാൻ +2 വരെ ഉപയോഗിച്ച പേനകളെല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൈന സോഫ്റ്റക്കിന്റെ. ഞാൻ അത് മാത്രമേ ഉപയോഗിക്കുള്ളായിരുന്നു. ഗൈസ്, അടുത്ത് ഈ സെക്ഷനാണ്. ഈ പെട്ടി അറിയാമോ? ഈ പെട്ടിയാണ് നമ്മളെ കല്ലൂന്റെ പെട്ടി. ഡയറി മിൽക്കിന്റെ കവർ കണ്ടോ? കണ്ടോ? ഇത് എന്തോന്നിത്? കൊറേ ഡയറി മിൽക്കിന്റെ കവർ. ഇതാണോ കല്ലുവിന്റെ പെട്ടി? ഓഹോ, കൈ ഇഴക്കുന്നു എന്റെ. പല്ലി ഉണ്ടോ ഗൈസ്? 2 പല്ലിക്കുട്ടികളൊക്കെ. ഈ പെട്ടിക്കുള്ളിൽ എന്താണ്? ഭയങ്കര എന്താ ഗൈസ്, എന്നെ കാണാൻ പറ്റത്തില്ല. ഹായ്. ഇപ്പൊ എന്ത് കാണാൻ നല്ല ഇതുണ്ട്. അടുത്ത പരിപാടി ഇത് തൂത്തിറക്കാനുള്ള പരിപാടിയാണ് ഇനി അടുത്തത്. ഗൈസ്, അപൂർവങ്ങളിൽ അപൂർവം മാത്രം കാണുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ കൂടെ തന്നെയാണ് ഞാനും ഇപ്പോൾ കാണുന്നത്. അങ്ങനെ നമ്മൾ അനന്തു കൃഷ്ണ പണിയെടുക്കുകയാണ് ഇവിടെ. ഒരു മണിക്കൂർ പണിയെടുത്താൽ 24 മണിക്കൂർ ഇനി ഉറക്കമാണ്. ഉറക്കം അസുഖമുള്ള ആൾക്കാരുണ്ട്.
അത് താങ്കൾ അങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് നമുക്കറിയാവേ. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, ഇഷ്ടം പോലെ പല്ലികളുണ്ട്. രേഷ്മ പറഞ്ഞത് ഈ പല്ലിയെ കൊല്ലാനായിട്ട് വല്ല വകുപ്പും ഉണ്ടോ? ഈ അപ്പച്ചൂമ്മയില്ലേ, എവിടെ പോയോ? ഈ പുള്ളിക്കാരിയാണെങ്കിൽ പല്ലികളെയൊക്കെ കൊല്ലുന്നതാണ്. പല്ലിയെ കൊല്ലും, എലിയെ കൊല്ലും, എല്ലാത്തിനെയും കൊല്ലുന്ന ഒരു കൊലപാതകയാണ് എന്റെ മുമ്പിൽ നിൽക്കുന്നത്. മനുഷ്യരെ ഒഴിച്ച് ബാക്കി എല്ലാ മൃഗത്തിനെയും കൊല്ലും. മനുഷ്യരെ അറിയുമെന്നാണ് പറയുന്നത്. സകലകല വല്ലഭിയാണ് ഇവിടെ നിന്ന് അരി പാറ്റുന്നത് ഗൈസ്. അടുത്ത രേഷ്മയെ പറ്റി പറയാനാണെങ്കിൽ ഒരു മീൻ ജീവനോടെടുത്ത് ചാടിയെ പേടിക്കുന്ന രേഷ്മയാണ് ഗൈസ്. ഈ മീനുകളെ കണ്ടോ നിങ്ങൾ? ഗൈസ്, ഈ രേഷ്മേനെ ഡോൾഫിൻ രേഷ്മ എന്നാണ് അറിയപ്പെടുന്നത്. അതൊന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു, എനിക്കും അറിയത്തില്ല. ഇത് കണ്ട, ഇത് ഇന്നലെ അവര് പോയി പിടിച്ച മീനുകളാണ്. കണ്ട, ഇഷ്ടം പോലെ ചെമ്പല്ലിയാണ്. പള്ളത്തി സോറി, മഞ്ഞ പള്ളത്തിയുണ്ട്, കറുത്ത പള്ളത്തിയുണ്ട്, വേറെ കളർ പള്ളത്തിയുണ്ട്. ഇത് ഇഷ്ടം പോലെ നമ്മളെ സ്വന്തം ആറ്റിൽ നിന്ന് പിടിച്ചതാണ്. കണ്ടോ, ഡോൾഫിൻ രേഷ്മ പിടിച്ചതാണ് ഇതൊക്കെ. ഡോൾഫിൻ രേഷ്മ ഇന്നലെ 5 എണ്ണം പിടിച്ചെന്ന് പറഞ്ഞ്. ഗൈസ്, എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പിടിച്ചത്? ഇവരുടെയൊക്കെ രാജാവ് ഇന്നലെ ഇല്ലായിരുന്നു മീൻ പിടിക്കാൻ. അതായത് ഞാൻ രാജാവല്ല, സോറി, റാണി, മീൻ റാണി. റാണി ഉണ്ടായിരുന്നെങ്കിൽ ഇഷ്ടം പോലെ മീനെ കിട്ടിയാൻ ഉറപ്പ്. നമുക്ക് വിചാരിക്കുന്ന പോലെ അത്ര പൊടിയൊന്നും ഇല്ല. ഉണ്ട്, കാരണം എന്ന് പറഞ്ഞാൽ വീട് റോഡ് സൈഡാണ്. അത് മാത്രമല്ല പഴയ പാത്രങ്ങളും കാര്യങ്ങളുമാണ്, അതിലൊക്കെയാണ് നല്ലതുപോലെ പൊടിയുള്ളത്. അല്ലാതെ ഇവിടെ അങ്ങനെ പൊടിയില്ല. ഡെയിലി ക്ലീൻ ചെയ്യണ വീട്ടിൽ കാണത്തില്ല. ഇതിപ്പോ നമ്മള് പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ക്ലീൻ ചെയ്യത്തില്ല. അതാ പിള്ളേരല്ല, ഇതിങ്ങനെ എന്തായാലും ചെയ്യത്തില്ലല്ലോ. അങ്ങനെ കയറത്തില്ല. കാരണം കണ്ട, ഇപ്പൊ തന്നെ 2 പേനയൊക്കെ കൊടുത്തോണ്ടാണ് അവരവിടെ മര്യാദക്ക് ഇരുന്ന് കളിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കാരണവശാലും അവര് മര്യാദക്ക് ഇരിക്കത്തില്ല, അല്ലേ? ഓക്കെ, കളിച്ചോ. എന്താത് വള്ളി എടുത്തിട്ട് എന്നെ പേടിപ്പിക്കുന്നു. ഓക്കെ, സെറ്റ്. അങ്ങനെ നമ്മൾ അനന്ത് പണിയെടുത്തിരിക്കുകയാണ് വളരെയധികം. ലുക്ക്, ഇല്ല, മഹാരാജ ജ്വല്ലറിയാണ്. ഇത് ഞാൻ എന്റെ കൊച്ചിലെ കണ്ടിട്ടുള്ളതാണ് സംഭവം. അവിടെ പ്ലെയർ ഉണ്ടായിരുന്നു. അവിടെ മറ്റേ CD ഇടാനുള്ളത്. പക്ഷേ ഇതൊന്നും സിനിമയിലല്ല, ഇത് എല്ലാം മറ്റേ ഡാൻസ് പ്രോഗ്രാമിന്റെ MP3 CD-കളില്ലേ, അതാണെന്ന് തോന്നുന്നു. ഇതൊക്കെ ഇപ്പോഴും വർക്കാവോ? ചിലതൊക്കെ വർക്കാവുമായിരിക്കും. ഒന്നും സിനിമയല്ല, ഇതെല്ലാം കല്ലുവിന്റെ സ്കൂൾ പ്രോഗ്രാം SKV കല്ലു. മാത്തമാറ്റിക്സ് പ്രോജക്ട്. ഇതൊന്നും കല്ല്. ഇതെന്താണെന്നറിയാം, ഇത് സംഭവം മറ്റേ CBSE പഠിക്കണ ഓരോ ടെക്സ്റ്റില് ഓരോ CD-കൾ തരും അതിനെ പറ്റിയുള്ളത് കാണാനായിട്ട്. അങ്ങനത്തെ സാധനങ്ങളാണ് എനിക്കും ഉണ്ടായിരുന്നത്. പക്ഷെ അതൊക്കെ കാണാൻ പോലും ഇല്ല. SKVയുടെ തന്നെ ഇതൊക്കെ SKV ആണ്. കല്ല് കൊച്ചിലെ പഠിച്ച സ്കൂളിലെ ഡാൻസിന്റെ പ്രോഗ്രാമിന്റെ. ഇതുപോലെ സിനിമയുടെ ഇവിടെ ഉണ്ട്. അന്നമ്മയും കാട്ടാനയും, ചെയിൻസോ. SKV ഇത് കല്ലുമാണ് ഗൈസ്. ഇത് കണ്ടോ ഗൈസ്, കല്ലും വേറൊരു ചേച്ചിയാണ് ഗൈസ്. ചേച്ചിയുടെ പേരെന്തോന്നായിരുന്നു? ദേവ ചേച്ചിയും കല്ലുമാണ്. ഇത് കൊള്ളാം. ഇതിപ്പോ ഈ കണ്ട ഇത്രയില്ലേ, ഇതുപോലെ പഴയ സിനിമയുടെ കാസറ്റ്സ് ഇവിടെ എവിടെയോ ഉണ്ട്. അതിനകത്ത് അതൊക്കെ ഉണ്ട്. ടൈറ്റാനിക്കിന്റെ ഒക്കെയാണ് ഇവിടെ നടക്കുന്നത്. എന്തിനു പറ്റി? തലയിടിച്ചാ? ഈ സാധനം ഞാൻ ഒളിപ്പിച്ച് വെച്ചേക്കായിരുന്നു. കൊള്ളാം.
അതാണ് നിങ്ങൾ ഇത് കണ്ട നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഒതുക്കി വരുമ്പോ ഇതാണ് ഇവിടെ അവസ്ഥ. ഇളക്കി തൊലച്ച് ക്ലീനിങ് പരിപാടി അവസാനിച്ചല്ലേ. ഇനി ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തെടുക്കാം. ഗൈസ്, എന്റെ രോദന നിങ്ങൾ മനസ്സിലാക്കണം. എന്റെ കഷ്ടപ്പാടാണ്. ഞാൻ ഈ വെക്കേഷൻ ഇപ്പൊ 3 മാസമായിട്ട് വീട്ടിൽ വെറുതെ നിൽക്കുന്നുണ്ട്. എന്റെ ഒരു രോദനമാണ്. ഞാൻ ഈ വീട് വൃത്തിയാക്കിയ ശേഷം ഞാൻ എന്റെ അമ്മാവോടായിട്ട് പോയി അവിടെ വൃത്തിയാക്കണം. അതുകഴിഞ്ഞ് ഞാൻ എന്റെ വീട്ടിൽ പോയിട്ട് വൃത്തിയാക്കണം. ഒരു ദിവസം 3 വീടാണ് കേസ് ഞാൻ വൃത്തിയാക്കാനുള്ളത്. അവരെ മോളെ പറ്റി ഇങ്ങനെ ഒരു മോളെ കിട്ടാൻ അവര് കൊതിക്കും കേസ്. അത്ര ഇത് ഹൈലൈറ്റ് ആയിട്ടുള്ള എന്നാലേ അവരെടുത്ത് വെച്ച് കാണും. ഒരു മനസ്സിലാക്കണം എന്റെ കഷ്ടപ്പാട്. 3 മാസം ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെന്നാണല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളിലാണ്. ഞാൻ എന്റെ വീട് വിട്ടൊന്നും പുറത്തു പോലും പോകത്തില്ല. എന്തുകൊണ്ടാണ്? അധ്വാനം. അല്ലാതെ വീടാത്തോണ്ടല്ല. ഞാൻ ക്യാമറയുടെ മുമ്പിൽ ഒന്നും ചെയ്യത്തില്ല. ക്യാമറ ഓഫ് ചെയ്താലേ ചെയ്യും. ഇത്രയും ജോലി എടുക്കുമ്പോ സെലോട്ടാ പൂരി കളിച്ചോണ്ടിരിക്കുന്നു. എന്നിട്ട് എന്റെ അടുത്ത് നേരത്തെ പറയണത് നമ്മൾ ഒരേ വേവലെങ്കാണ്. ഞാൻ അതെന്ത് മെനക്കെടാൻ വയ്യത്. പൊടി തുളയ്ക്കാനുള്ള കൊട്ടേഷൻ നിങ്ങൾക്കുള്ളതാണ്. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു ഫോട്ടോ ഇത് കാണുന്ന നാട്ടുകാർ വിചാരിക്കും ഞാൻ എല്ലാം പറയിക്കും പോകാൻ പെട്ടിയൊക്കെ വൃത്തിയാക്കണ. കുഞ്ഞ പത്തനംതിട്ട പോവേണ്. ഇത് ഇവിടത്തെ ഇതൊക്കെ മടുത്തൊന്നും പറഞ്ഞാണ്ട പെട്ടിയൊക്കെ സെറ്റ് ചെയ്ത് പോവേണ ആക്കണം തലാക്കണം. ഇനിയുണ്ട് പെട്ടി. ഞാൻ ഇപ്പൊ പോണില്ല. ഞാൻ കൊറേ കഴിഞ്ഞേ പോണുള്ളൂ. ഇത് ആരെങ്കിലും കണ്ടാൽ ബാലവേല കേസെടുക്കും. അയ്യോ അത് കൊച്ചിലേക്ക് നീയാണോ ബാലവേല. ഞാൻ പോവുകയാണ്. ഞാൻ ലണ്ടനിൽ പഠിക്കാൻ പോണു. ബൈ തോർത്തൊക്കെ കൊണ്ടാണ് പോകുന്നത്. ഇത് ഭയങ്കര വെയിറ്റ് കേട്ടാ. ഫോണില്ല. ഞാൻ ഇതിനെ പറ്റി കാര്യത്തിനെ പോലെ തോർത്തൊക്കെ ഇട്ടിട്ട് മാറ്റി. ഇത് എന്നെ കൊണ്ട് കൂടുന്നതല്ല ഗൈസ്. ക്യാമറാമാൻ വീഡിയോ എടുക്കാതെ വന്ന് പിടിക്കേണ്ടതാണ്. ഞാനുണ്ട്, ബാക്കിലുണ്ട്. ഞാൻ പിടിച്ചു. ആ വോട്ട് ബാലവേല. ഇതിങ്ങനെയൊന്നും അല്ലടാ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കി എന്റെ പവർ ഞാൻ കാണിച്ചു തരാൻ നോക്കിയോ. ഇതിനെടുത്ത് ഞാൻ ഇപ്പൊ അവിടെ വയ്ക്കുന്നത്. പിന്നെ അല്ല ഞാൻ ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ എനിക്ക് ഭയങ്കര ആരോഗ്യമാണ് അവിടെ നിന്ന് അടുത്തത് വരുന്നു. ഇത് ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ടുണ്ടിരിക്കുന്നു. ഇതൊക്കെ നിസ്സാരം. സാധിച്ചു നല്ല വെയിറ്റ് ഉണ്ട്. അതിന്റെ അകത്ത് അടിയിൽ എന്തൊക്കെയോ ഉണ്ട്. അത് കഴിഞ്ഞു. ഈ സാധനം വേറെ എവിടെയോ ഉണ്ട്. എവിടെ അറിയാമോ? ഇപ്പൊ നീ കാണിച്ച സെയിം ആക്ഷൻ. അയ്യോ അത് റീക്രിയേറ്റ്. ഇന്ന് നമ്മൾ ബ്ലോഗ് പറഞ്ഞ കല്യാണി തൂക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ട് യൂട്യൂബിലിട്ട വീഡിയോ ആണ്. ഫണ്ണി ട്രോൾ ആയിട്ടുള്ളത്. നിങ്ങൾ എല്ലാരും പോയി കാണണം. അതില് നമ്മൾ ഇവിടെയൊക്കെ വെറുതെ എടുത്തതായിരുന്നു. അന്ന് യൂട്യൂബ് ചാനൽ ഒന്നും ഇല്ലായിരുന്നു. എനിക്ക് ഈ വ്ളോഗൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പൊ ഞാൻ അമ്മുകുഞ്ഞയുടെ ഫോണില് കല്ല് തൂക്കാൻ പോണെന്നുള്ളൊരു വ്ളോഗ് ചെയ്തിട്ടതാണ്. ഇപ്പൊ അതും ഇതും കൂടെ വെച്ച് നോക്കണേ. ഞാൻ വലുതായി. അമ്മുകുഞ്ഞ വലുതായി. അന്ന് ഇവരൊന്നും ഇല്ലായിരുന്നു. ഒരാളെ കാണാനില്ലല്ലേ. ഒരാള് താളം തെറിച്ച് വെയിലുള്ള ഒരു പെട്ടി എടുത്ത ചുമ്മാ കൈ വീശി കയറി വരണ്ട. അത് തുടച്ചില്ല. ഞാൻ ഇങ്ങനെയാണ്. ഞാൻ
എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് മൂത്തവര് നിൽക്കുമ്പോ അഭിപ്രായം പറയുന്നത് ചെയ്യല്ലെന്ന്. ഈ നിൽക്കുന്നതൊക്കെ എന്റെ മൂത്തവരാണ്, അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യൂല. ഇങ്ങനെ കെട്ടി നിൽക്കേ ഉള്ളൂ ഗൈസ്. എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് തല ഇരിക്കുമ്പോ വാലാടണം. രണ്ട് തലകളാണ് അവര്. വാലെന്തിനാടണം? ജോലി ചെയ്യുന്നതല്ല. അതിന് നീ എന്തിനു ചെയ്താ ഞാൻ ഇപ്പൊ ആലോചിക്കണത് അമ്മു. അതിന്റെ മേളിൽ കയറി 3 ഈ കിടക്ക് പോലത്തെ 3 പെട്ടി അവിടെ നിന്നോട് താഴെ എടുത്തിട്ട് നൈസ് വ്ലോഗ് കാണുന്ന ഞാൻ തന്നെ ഫേക്ക് അക്കൗണ്ടിൽ കമന്റ് ജസ്റ്റിസ് നൈസൊക്കെ ആ ഫോണൊന്ന് മേടിച്ച് എന്നെ പിടിച്ച് മേളിൽ കയറ്റിയിട്ട് ഞാൻ ഇപ്പൊ ആലോചിക്കണത് തൂത്തത് ഞാൻ, അവിടെ ബാക്കിയുള്ള പെട്ടികൾ ഫുള്ള് എടുത്തത് ഞാൻ. ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണണം. എന്നിട്ട് ഞാൻ എന്തൊക്കെ ചെയ്തെന്നുള്ളത് നിങ്ങൾക്കറിയാം, അത്ര മതി. കുഞ്ഞത് മോള് കേട്ടോ, മോള് കേട്ടാനോ? ഇതവർക്ക് കളിക്കാൻ കൊടുക്ക്. പിന്നെ ചുമ്മാ നിന്ന് വയ്യ, അതാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾ ഈ വ്ലോഗ് കാണുമ്പോൾ ഉറങ്ങാൻ ടൈമായി. അതെ, കണ്ടൊക്കെ ചെറുതായിട്ട് അടഞ്ഞടഞ്ഞു വരും. വേണം നിന്നൊക്കെ ഉറങ്ങും. മറ്റേ കണ്ണായി. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലീനിങ് വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കുഞ്ഞു വീഡിയോ ആയിരുന്നല്ലേ? അതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. എന്റെ കുറെ അധ്വാനങ്ങൾ നിങ്ങൾ കണ്ടു. അല്ല, അത് കാണിക്കാന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം. ഗൈസ്, ഇതില് വന്നില്ലെങ്കിൽ അതിന് അർത്ഥം ഈ വീഡിയോയില് ആഡ് ചെയ്തിട്ടില്ലെന്നാണ്. ഞാൻ അമ്മാതിരി പണി ചെയ്തു, ഇവിടെ തൂത്ത് തുടച്ചെല്ലാം ചെയ്ത്. ഇതൊന്നും വ്ലോഗിലില്ലെങ്കിൽ ഇവരൊന്നും എഡിറ്റ് ചെയ്ത് കേട്ടിട്ടില്ല അത്ര. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതേക്ക് തേജ ബോയ്സ് ആൻഡ് ഫാമിലി സൈനിങ് ഔട്ട്. ബൈ ബൈ.